ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസേർട്ട് ടാബിലുള്ള ടെക്സ്റ്റ് ബോക്സ് ആൻഡ് വേർഡ് ആർട്ട്. ഓക്കെ, സോ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുമ്പം നമുക്ക് ഒരു ബോക്സിനുള്ളിൽ കുറച്ച് കണ്ടൻറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ബോക്സിനെ എവിടെ വേണമെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അലൈൻമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒന്നും ഒരു പ്രശ്നമല്ല, നമുക്കത് എവിടെ വേണമെങ്കിലും കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. ഏറ്റവും ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ടെക്സ്റ്റ് ബോക്സ് ഞാനിവിടെ എൻ്റർ ചെയ്തു. ഞാനിവിടെ കുറച്ച് ടെക്സ്റ്റ് എൻ്റർ ചെയ്യാണ്. ഓക്കെ, ഈ ഒരു ബോക്സിന് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സ്ട്രാ ഒരു ടാബ് ഓപ്പൺ ആയിട്ടുണ്ട്, ഫോർമാറ്റ്. അതായത് ഈ ഒരു ബോക്സിൻ്റെ ഫോർമാറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വേണമെങ്കിൽ ആ ബോക്സിൻ്റെ സ്റ്റൈൽ നമുക്ക് ഡിസൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫിൽ വിത്ത് പർട്ടിക്കുലർ കളർ നമുക്ക് കൊടുക്കാം, അതിൻ്റെ ഔട്ട്ലൈൻ ഒരു കളർ കൊടുക്കാം. ദെൻ അതിന് പല 3D എഫക്ട്സോ ഗ്ലോയോ ആയിട്ട് നമുക്ക് പല എഫക്ട്സുകൾ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ആ ബോക്സിന് നമുക്ക് പല സ്റ്റൈൽ കൊടുക്കാം. അതുപോലെ തന്നെ അതിന് എവിടെ വേണമെങ്കിലും കൊണ്ട് പ്ലേസ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി അതിനകത്തുള്ള ടെക്സ്റ്റിൻ്റെ സ്റ്റൈൽ, ഇപ്പോൾ പറഞ്ഞ ഷേപ്പിൻ്റെ സ്റ്റൈലായിരുന്നു പറഞ്ഞത്. ഇനി അതിൻ്റെ ടെക്സ്റ്റിൻ്റെ സ്റ്റൈൽ വേണമെങ്കിൽ മാറ്റാം, നമുക്കിഷ്ടമുള്ള ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ മാനുവലി നമുക്ക് ഫോണ്ടിൻ്റെ കളർ ഡിസൈഡ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ എഫക്ട്സുകൾ കൊടുക്കാൻ പറ്റും. ദെൻ അതിൻ്റെ ഡയറക്ഷൻ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, ടെക്സ്റ്റിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് കൊണ്ട് നമുക്ക് ഇതുണ്ട്. ഞാനിപ്പോൾ ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ ഒരു കോപ്പി കൂടെ ക്രിയേറ്റ് ചെയ്യാണ്. ഞാൻ Ctrl+C Ctrl+V അടിച്ച് അതിൻ്റെ ഒരു കോപ്പി ജനറേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് ബോക്സിനെ ഇതിൻ്റെ ബാക്കിലേക്ക് കൊണ്ടുപോകണമെങ്കിലും അതിനും ഓപ്ഷൻസ് ഉണ്ട്. സെൻഡ് ടു ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ ബാക്കിലേക്ക് പോയിക്കോളും. ഇനി ഈ ടെക്സ്റ്റ് ബോക്സ് അതിൻ്റെ ബാക്കിലേക്കാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ സെൻഡ് ബാക്ക് വേർഡ് എടുത്തിട്ട് സെൻഡ് ടു ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങോട്ടേക്ക് പോയിക്കോളും. നമുക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ പൊസിഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റ് ബോക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ബോക്സിനകത്ത് ടെക്സ്റ്റ് ആഡ് ചെയ്യുക, ദെൻ അതിനെ എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം. ദെൻ അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഫോർമാറ്റ് ടാബ് കാണാൻ പറ്റുകയുള്ളൂ. ദെൻ അതിൻ്റെ ഷേപ്പിൻ്റെ സ്റ്റൈല് മാറ്റാം, ടെക്സ്റ്റിൻ്റെ സ്റ്റൈല് മാറ്റാം. ദെൻ അതുപോലെ തന്നെ അതിൻ്റെ ടെക്സ്റ്റിൻ്റെ കളറുകൾ, ഡയറക്ഷൻ ഒക്കെ മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ്. അതുപോലെ തന്നെയുള്ളതാണ് ഇൻസേർട്ട് വേർഡ് ആർട്ട്. ഇപ്പം ഞാൻ നേരത്തെ ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് അടിച്ചപ്പോൾ അതിന് ഫോർമാറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് വേർഡ് ആർട്ടിന് ഓൾറെഡി അത് വേർഡ് തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് കുറച്ച് ഫോർമാറ്റ്സ്. നമ്മൾ ആ ഡേറ്റ എൻട്രി ചെയ്തുകൊണ്ടാണ് അതങ്ങനെ തന്നെ വന്നിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്കിപ്പോൾ കണ്ട ടെക്സ്റ്റ് ബോക്സിൻ്റെ അതേ ഫോർമാറ്റുകൾ കിട്ടും. അവിടെയും നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാം, അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ കളർ മാറ്റാം, സ്റ്റൈൽ മാറ്റാൻ പറ്റും. ഓക്കെ, സോ ടെക്സ്റ്റ് ബോക്സ്, വേർഡ് ആർട്ട്. ടെക്സ്റ്റ് ബോക്സിനായിട്ട് ബൈ ഡിഫാൾട്ടായിട്ട് അതിന് ഫോർമാറ്റ് ഒന്നും ഉണ്ടാകില്ല. ബട്ട് വേർഡ് ആർട്ടിന് ബൈ ഡിഫാൾട്ടായിട്ട് കുറച്ച് ഫോർമാറ്റ്സ് ഉണ്ടാകും. ബട്ട് രണ്ടിൻ്റെയും ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ ഷേപ്പിൻ്റെ കളറും എല്ലാം നമുക്കിവിടെ മാറ്റാൻ പറ്റുന്നതാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.